യൂലിയൻ അൽവാരസ് ബാഴ്സയിലേക്ക് എത്തുമ്പോൾ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. കാരണം ട്രാൻസ്ഫർ വിൻഡോ ഏകദേശം കഴിയാനായി. ഇനി വെറും 15 ദിവസത്തോളം ഉള്ളൂ. അൽവാരസിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു അൽവാരസ് വെക്കേഷൻ കഴിഞ്ഞ് അത്ലറ്റിക്കോ മാഡ്രിഡ് ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. സിമിയോണിയുമായിട്ട് ഒരു മീറ്റിംഗിന് റെഡി ആയിട്ട് വന്നതായിരുന്നു. പക്ഷേ സിമിയോണി ആവട്ടെ 2 ദിവസത്തെ ഓഫ് എടുത്ത് പോയി. പിന്നെ അൽവാരസ് സിമിയോണിയെ കാണുന്നത് ബുധനാഴ്ചയായിരുന്നു, കഴിഞ്ഞ ബുധനാഴ്ച. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. ആൻഡ് അൽവാരസ് പറഞ്ഞത് ഇതാണ്: എനിക്ക് ക്ലബ്ബ് വിടണം, എനിക്ക് ബാഴ്സലോണയ്ക്ക് പോകണം, നിങ്ങൾ എന്നെ സഹായിക്കണം. ബട്ട് സിമിയോയുടെ റീപ്ലൈ ഇങ്ങനെയായിരുന്നു: നിന്നെ ഞാൻ സഹായിക്കാം ഇവിടെ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, ഈ ക്ലബ്ബ് വിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല, അത് നീ പ്രസിഡന്റിനോട് സംസാരിക്കണം എന്നുള്ളതാണ്. പ്രസിഡന്റ് ആണെങ്കിലോ വിട്ടുകൊടുക്കൂല, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം, പക്ഷേ ബാഴ്സലോണയ്ക്ക് നിന്നെ പറഞ്ഞേക്കില്ല എന്നുള്ളതാണ്. ആൻഡ് അൽവാരസിനാണെങ്കിലോ ബാഴ്സലോട്ട് തന്നെ പോകും വേണം. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്രസിഡന്റ് വെക്കേഷനിലാണ്, തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. തിങ്കളാഴ്ച ഒരു കൂടിക്കാഴ്ച നടത്താം എന്നുള്ളതാണ് അൽവാരസിന്റെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് റിപ്പോർട്ട് പ്രകാരം യൂലിയൻ അൽവാരസിന്റെ ഏജൻസി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഗിൽമരീനുമായിട്ട്, അഥവാ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ, നേരിട്ട് സംസാരിക്കാൻ. സോ നമുക്ക് പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച അൽവാരസും പ്രസിഡന്റുമായി ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ ഒരു ഫൈനൽ കൺഫർമേഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതേസമയം ബാഴ്സലോണ ആണെന്നുണ്ടെങ്കിലോ ഉള്ള സ്ട്രൈക്കർമാരൊക്കെ വിട്ടുപോയി. ലെവൻഡോസ്കി MLS-ലേക്കും പോയി, ഫെറാൻ ടോറസ് ഇന്നലെ PSG-ലേക്കും പോയി. സോ കറന്റ് ബാഴ്സലോണയിൽ ഒരു സ്ട്രൈക്കർമാരും ഇല്ല. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഒന്നല്ല 2 കൊണ്ടുവരണം, ഒരു ബാക്കപ്പും ഒരു മെയിൻ സ്ട്രൈക്കറും. സോ ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഡെക്കോക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വരെ ഉണ്ട്. പ്ലാൻ എ ആണ് ഈ യൂലിയൻ അൽവാരസ്. ഫ്ലിക്കിനാണെന്നല്ലോ അൽവാരസ് തന്നെ മതി, പ്ലാൻ ബിയും സിയും ഒന്നും ഇല്ല, അൽവാരസ് തന്നെ മതി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ബാഴ്സലോണ നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, അൽവാരസിന് ഒരു നിലക്കും കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ബിയിലേക്ക് മാറും. അപ്പോൾ മാർക്കറ്റിൽ ആരൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് നോക്കിയിട്ട് വാങ്ങും. ഇല്ല എന്നുണ്ടെങ്കിൽ ഗോർഡൻ ആയിരിക്കും, ആന്റണി ഗോർഡൻ ആയിരിക്കും നമ്മുടെ സ്ട്രൈക്കർ, അല്ലെങ്കിൽ അദിയമി ആയിരിക്കും. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ട്രാൻസ്ഫർ വിൻഡോ തീരാൻ ഏകദേശം ഒരു 15 ദിവസത്തോളം. സോ ബാഴ്സലോണ നീഡ് ടു ആക്ട് ഫാസ്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്ട്രൈക്കേഴ്സ് ഉണ്ടാവില്ല. സ്ട്രൈക്കർ ഇല്ലാതെ ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോയി വരും. ജനുവരി ട്രാൻസ്ഫർ വരെ കാത്തു നിൽക്കേണ്ടി വരും. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അൽവാരസ് ബാഴ്സയ്ക്ക് എത്തുമോ, അതോ ബാഴ്സലോണ സ്ട്രൈക്കർ ഇല്ലാതെ ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമോ? എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലത്തെ ഫുട്ബോൾ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും.